Next 9.2 theorem and T from Rn to Rm is a matrix transformation if and only if the following relationship hold for a vectors u and v in Rn for scalars. So നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വീണ്ടും പറയുന്നു T from Rn to Rm എന്ന് പറഞ്ഞാൽ മെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആവണമെങ്കിൽ എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? T of u plus b equal to tu plus tv എന്ന് വെച്ചാൽ അഡിറ്റീവ് പ്രോപ്പർട്ടി ആണത്. T of ku equal to k into T of u, that is the homogeneity property. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ എന്ത് വിളിക്കുക? മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡും കാണിക്കില്ല. ടി ആറിൻ്റെ ആർ ഇൻ ടു ആർ എം ബി മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ നമ്മൾ തൊട്ടുമുമ്പിൽ പറഞ്ഞു എല്ലാ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ദർ എക്സിസ്റ്റ് എം ക്രോസ് ഇൻ മെട്രിക്സ് എ സച്ച് ദാറ്റ് എന്താ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ദർ എക്സിസ്റ്റ് മെട്രിക്സ് എം ക്രോസ് ഇൻ മെട്രിക്സ് എ സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ എൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടി ഓഫ് എക്സ് ഈക്വൽ ടു എ ടി എ ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്. അപ്പോൾ ഇതിനെ ആൾറെഡി ഈ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഉറപ്പായിട്ട് ടി മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എന്താണ് പ്രോപ്പർട്ടി 1 and 2 എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി തിരിച്ചെന്താ കാണിക്കേണ്ടത്? ഒരു മെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഈ രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് കാണിക്കുന്നത്? മെട്രിക് ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കണം. ഓക്കെ, കൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് ദ ട്രാൻസ്ഫോർമേഷൻ T from Rn to Rm satisfies the properties 1 and 2, then T maps a linear combination of vectors in Rn into corresponding linear combination of vectors in Rm. ഓക്കെ, അതെന്താ ഈ പറയണതെന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എന്താ നമ്മൾ ചെയ്യണേ? നമ്മൾ നേരത്തെ പറഞ്ഞത് എക്സ് എവിടെ നിന്ന് എടുക്കും? എക്സ് എന്ന് പറഞ്ഞ ആൾ ആർ എന്നിന്ന് എടുക്കും അല്ലേ? അയാളെ എവിടേക്കാണ് കൊണ്ടുപോകുക? നമ്മൾ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എവിടേക്ക് മെമ്പറിലോട്ടാണ് കൊണ്ടുപോവുക? ആർ എമ്മിലോട്ടാണ് കൊണ്ടുപോവുക. ഈ ആർ എന്നിലെ എല്ലാ വെക്ടറിനെയും എന്ത് ചെയ്യാൻ പറ്റും? തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ സ്പാൻ ആയിട്ട് എഴുതാൻ പറ്റും. ആരുടെ സ്പാന്? E1 തൊട്ട് എക്സെട്ര EN ആൾക്കാരുടെ സ്പാനായിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഡബ്ല്യൂവിലെ എല്ലാ ആൾക്കാരുടെ സ്പാൻ എന്തായിട്ട് എഴുതാൻ പറ്റുക? E1 തൊട്ട് എക്സെട്ര EM ആൾക്കാരുടെ സ്പാനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഈ വെക്ടറിൻ്റെ E1 എക്സ്ട്രാ EN സ്പാൻ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എവിടേക്ക് കൊണ്ടുപോകും? E1 എക്സ്ട്രാ EM സ്പാൻ ആയിട്ടുള്ള ആൾക്കാരുടെ ഫോമിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ നമ്മൾ ചെയ്യണത് എന്താണെന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് T of K1 U1 plus K2 U2 എക്സെട്ര KR UR എന്നുള്ള ഫോമിലുള്ള ഓക്കെ അതാണ് നമ്മൾ ചെയ്യാൻ പോയിട്ടിരിക്കുന്നത്. കറസ്പോണ്ടിങ് ലീനിയർ കോമ്പിനേഷൻ വെക്ടേഴ്സ് RM ഇൻ ദ സെൻസ് ദാറ്റ് T of നമ്മൾ എങ്ങനെ എടുത്താലും ആർ എന്നിൽ ഇങ്ങനെ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ യു ആറിന് എടുത്തതേ ഉള്ളൂ, നമ്പർ കുറച്ച് എടുത്തുന്ന ആർ എന്നുള്ള ഇതിൽ എടുക്കുന്നത്. പക്ഷേ നമ്മൾ ചെയ്യണത് തന്നെയാണ്. ഏത് വെക്ടർ എടുത്താലും നമുക്ക് എന്താ T of K1 U1 K2 U2 എക്സെട്ര KR UR ആ രീതിയിൽ എടുത്താൽ ടിയുടെ ലീനിയാരിറ്റി നമുക്ക് കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് എന്തായി മാറും? K1 ഇൻറ്റു T of U1 പ്ലസ് K2 T of U2 എക്സെട്ര KR T of UR എന്ന രൂപത്തിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് തന്ന സിറ്റുവേഷനിൽ എങ്ങനെ സംഭവിക്കുക എന്നുള്ളത് നോക്കുക. വി ഹാവ് E1 ഇൻറ്റു എക്സെട്ര EN ബി ദ സ്റ്റാൻഡേർഡ് ബേസ് ഓഫ് RN എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആർ എന്നിനകത്തുള്ള ഏത് വെക്ടർ എടുത്താലും ആ വെക്ടറിനെ എന്തെഴുതാൻ പറ്റും? E1 ഇൻറ്റു എക്സെട്ര ENൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, let x1 x2 element be entries of x, then x equal to എങ്ങനെ എഴുതാൻ പറ്റും? x1 u1 plus x2 u2 plus എക്സെട്ര xn en എഴുതി. ബൈ പ്രോപ്പർട്ടി 1 of t നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? T of x equal to എങ്ങനെ എഴുതാൻ പറ്റും? T of അപ്ലൈ ചെയ്യുക അല്ലെ? x1 T of E1 plus x2 T of E2 എക്സെട്ര xn T of En ആണ് വരിക അല്ലേ? then let A be an m cross n matrix whose columns are നമ്മൾ നോക്കുകയാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതായത് എ എന്ന് പറയുന്ന എം ക്രോസ് എൻ മെട്രിക്സ് കൺസിഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എങ്ങനെ? T of E1 ഫസ്റ്റ് കോളായിട്ട് വരിക, T of E2 സെക്കൻഡ് കോളായിട്ട് വരിക, T of En എൻ്റെ nth കോളായിട്ട് വരിക ഓഫ് ദ ഫോം ദിസ് വേ. ദെൻ ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് Rn ദ പ്രോഡക്റ്റ് AX വിൽ ബി ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദി കോളം വെക്ടേഴ്സ് ഓഫ് എ. ഇനി നമ്മൾ ഏത് വെക്ടർ എക്സ് എലമെൻറ്റ് ഓഫ് Rn എടുത്താലും പ്രോഡക്റ്റ് AX എടുത്താൽ എന്തായിരിക്കും അത്? പ്രോഡക്റ്റ് AX എടുത്താൽ അതെന്തായിരിക്കും? അത് will be linear combination of the column vectors of A in which the coefficients are the entries of x. It is AX equal to എന്തായിരിക്കും? x1 into T of E1 plus x2 into T of E2 etc. xn into T of En ആയിരിക്കും. That is we get T of x equal to AX, that is TA of x. അല്ലേ? ഏത് x1 x2 എക്സെട്ര ഇങ്ങനെ എടുത്താലും ഇയാളാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോണത് അല്ലേ? ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോണതിനോട് അല്ലേ? ദാറ്റ് ഈസ് ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം x1 ഇൻറ്റു T of E1 പ്ലസ് x2 ഇൻറ്റു T of E2 എക്സെട്ര xn T of En. ദാറ്റ് എന്ന് വെച്ചാൽ അവരെ നമുക്ക് ആരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും? ഈ കോളം വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എഴുതാൻ പറ്റും. അപ്പോൾ ഈ മെട്രിക്സ് എക്സാക്ട്ലി ഇതെന്ന് പറഞ്ഞാൽ എന്തായി മാറും? T of x ഈക്വൾ ടു സം TA of x രൂപത്തിൽ കിട്ടിയില്ലേ നമുക്ക്? നമ്മുടെ മെട്രിക്സ് ഏതാ? ഇതാണ് നമ്മുടെ മെട്രിക്സ് A ഈക്വൾ ടു എന്ന് പറഞ്ഞ മെട്രിക്സ്. നമുക്ക് എന്താ കാണിക്കേണ്ടിയിരുന്നത്? നമുക്ക് കാണിക്കേണ്ടിയിരുന്നത് ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ലീനിയർ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കാൻ വേണ്ടിയിരുന്നത്.
അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? അവർ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. The additivity and homogeneity properties together are called linear conditions. And the transformation that satisfies these conditions are called linear transformation. Okay. നമ്മൾ നേരത്തെ കണ്ട അഡിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്താ? ടി ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് വൈ. ഹോമോജനിറ്റി ടി ഓഫ് കെ എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു ടി ഓഫ് എക്സ്. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളെ ലീനിയർ കണ്ടീഷൻസ് എന്ന് വിളിക്കണം. അതിനെ ആ ട്രാൻസ്ഫോർമേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെ എന്ത് വിളിക്കും? എന്നുവെച്ചാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് എവറി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ആർ എൻ ടു ആർ എം ഈസ് എ matrix transformation, and conversely every matrix transformation from Rn to Rm is a linear transformation. സോ ഇവിടുന്ന് മനസ്സിലാക്കുക ഒരു മെട്രിക്സും ട്രാൻസ്ഫോർമേഷൻ തമ്മിലുള്ള ബന്ധം. ഏത് മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അതൊരു അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഏത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താലും അതെന്തായിരിക്കും? ഒരു മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. ഓക്കെ. നൗ തിയറം 9.3. If TA from Rn to Rm and TB from Rn to Rm are matrix transformations, if T of x equal to TB of x for every vector x in Rn, then A equal to B. ഇപ്പോൾ രണ്ട് മെട്രിക്സ് സെയിം ആവുമെന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫോർമേഷൻ സെയിം ആവുകയെന്നാണ് ഉദ്ദേശിക്കുന്നത്. സിൻസ് T of x equal to TB of x for every x in R, we get എന്ത് കിട്ടും? AX equal to എന്ത് കിട്ടും? BX കിട്ടും. ഇനി ഐഡൻറ്റിറ്റി, അപ്പോൾ എല്ലാ വെക്ടേഴ്സും സെയിം ആണെങ്കിൽ ആർക്കും സെയിം ആയിരിക്കും. ഐഡൻറ്റിറ്റി വെക്ടേഴ്സും സെയിം ആയിരിക്കും. That is for let E1 into x and be standard base of vectors of En, Er, then AEJ equal to എന്താണ്? BEJ ആയിരിക്കും. Then AEJ will be the linear combination of the column vectors of A in which the coefficients are the entries of EJ, and BEJ will be the linear combination of the column vectors of B in which the coefficients are entries of EJ. Since every entry of EJ except 0, it follows that the jth column of A and BEJ. അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതൊന്ന് നമുക്ക് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നോക്കാം. അതായത് മെട്രിക്സ് എ എടുത്തു, അത് എ ബി സി ഡി ആണെന്ന് വിചാരിക്കുക. ഇതാണ് എൻ്റെ എ. ഓക്കെ, ദിസ് ഈസ് മൈ എ. ഈ ജെ എന്താ? E1. P1 എന്താ? E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,0 അല്ലേ? E1 ചെയ്താൽ എന്താ കിട്ടുക എന്ന് നോക്കുക. AB ഇൻറ്റു 1,0 എന്ന് വെച്ചാൽ ഇത് കിട്ടാൻ പോകുന്നത് ഇതൊരു 2x2 മെട്രിക്സ് ആണ്. ഇതൊരു 2x1 മെട്രിക്സ് ആണ്. അപ്പോൾ എന്നിട്ട് ഒരു 2x1 മെട്രിക്സ് ആണ് എനിക്ക് കിട്ടാൻ, അല്ലേ? അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് AB ഇൻറ്റു 10 എന്ന് വെച്ചാൽ എ. സെക്കൻഡ് എൻട്രി എന്ന് വെച്ചാൽ CD ഇൻറ്റു 10 എന്ന് വെച്ചാൽ AC, അല്ലേ? എന്ന് വെച്ചാൽ എനിക്ക് E1 ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഫസ്റ്റ് കോളാണ് കിട്ടിയത്, അല്ലേ? ഇനി നോക്കുക, ഈ സെയിം ABCD ഇൻറ്റു 0,1 AE2 ചെയ്താൽ എന്താ കിട്ടുക നോക്കുക. AE2 ചെയ്യുമ്പോൾ എന്താ കിട്ടണത്? AB ഇൻറ്റു 0,1 എന്താ വരിക? B. CD ഇൻറ്റു 0,1 D. അപ്പോൾ എന്താ എനിക്ക് കിട്ടിയത്? ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ സെക്കൻഡ് കോളാണ് എനിക്ക് കിട്ടിയത്, അല്ലേ? സിമിലർലി അതെല്ലാം ചെയ്യാം. നമ്മൾ ഇതേ ചെയ്യാൻ ഉണ്ടാവുക. രണ്ട് മെട്രിക്സ് എടുത്ത് ഇതേപോലെ ചെയ്താൽ എന്താ ഉണ്ടാവുക? AEJയും AE1ഉം AE2 എന്ന് പറയുന്നതും. അപ്പോൾ AX ഈക്വൽ ടു BX ആയതുകൊണ്ട് AE1 ഈക്വൽ ടു BE1 ആയിരിക്കും. EI ആയിരിക്കും ഫോർ എവരി ഐക്ക്, അല്ലേ? അതുകൊണ്ട് എന്താ ഉണ്ടാവുക? അപ്പോൾ അതായത് ഓരോ കോളം എന്താണെന്ന് അതിൻ്റെ അർത്ഥം. എയുടെ ഈ ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ AE1, BE1 എന്ന് പറയുന്നത് ബിയുടെ ഫസ്റ്റ് കോളമാണ്. രണ്ട് സെയിം ആയിരിക്കും. അതുപോലെ അടുത്തത് അങ്ങനെ 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 എല്ലാ കോളംസും സെയിം ആയിരിക്കും എന്ന് വെച്ചാൽ മെട്രിക്സ് സെയിം ആയിരിക്കും, അല്ലേ? സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Since every entry of EJ is 0 except for jth, which one, it follows that AEJ is the jth column of A and BEJ is the jth column of B. Since one implies the corresponding column of A and B are same, so A equal to B. Okay, അടുത്ത എന്താ? Standard matrix for a linear transformation. In 9.3, it is significant because it tells us that there is a one-to-one correspondence between M cross N matrix and matrix transformations from Rn to Rm. അതായത് Rn നിന്ന് Rmലോട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ഉണ്ടാവും. ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. In that every M cross N matrix A produces exactly one matrix transformation and every matrix transformation from Rn to Rm arises from exactly one M cross N matrix. Given a linear transformation T from Rn to Rm, the M cross N matrix that arises from T is known as the standard matrix of the transformation. എന്താണ്? Rn നിന്ന് Rmലോട്ട്
ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ ഒരു മെട്രിക്സ് അറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് ഉണ്ടാവും. ടി ഫ്രം ആർ എൻ ടു ആർ എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ മെട്രിക്സ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെട്രിക്സ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ടി ഫ്രം ആർ എൻ ടു ആർ എമ്മിലോട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഉദ്ദേശിക്കുന്ന ആരാ? എ ഈക്വൽ ടു ആരാ? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടോ അതേ പ്രോബ്ലത്തിൽ ചെയ്ത അതേ ടെക്നിക്ക്. TE1 എന്ന് പറയുന്നതാണ് എക്സാക്ട്ലി എന്ത്? എയുടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. TE2 എന്ന് പറഞ്ഞാണ് എയുടെ സെക്കൻഡ് കോളം എന്ന് പറയുന്നത്. TE3 എന്ന് പറഞ്ഞാണ് എയുടെ തേർഡ് കോളം എന്ന് പറയുന്നത്. എക്സെട്ര TEN ആണ് ഇതിൻ്റെ nth കോളം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈൻഡ് ദ ഇമേജ് അണ്ടർ. നമ്മൾ ചെയ്യാൻ പോകണം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും നമുക്ക്. അവർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആ പ്രോബ്ലം ഇവിടെ തന്നെ ഉണ്ടാവും, അത് തന്നെ ചെയ്യാം. ഓക്കെ, find the standard matrix A for a linear transformation T from R2 to R3 defined by the formula T of x1 x2 equal to 2x1 plus x2 x1 minus 3x2 minus x1 plus x2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഇത് എവിടെ നിന്ന് എവിടേക്കാണെന്ന് നോക്കുക. R2വിൽ നിന്ന് R3ലോട്ടാണ് അല്ലേ? അപ്പോൾ എന്താ അറിയണം? R2വിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് അറിയണം. R2വിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിൽ ആരൊക്കെയല്ലേ? E1ഉം E2 അല്ലേ? ദറ്റ് E1 E2 ബി ദ സ്റ്റാൻഡേർഡ് ബേസ് ഫോർ R2. സ്റ്റാർട്ടിങ് എവിടെയാണോ, അതായത് ഡൊമൈൻ എവിടെയാണെന്ന് നോക്കി ആ ഡൊമൈനിൻ്റെ സ്റ്റാൻഡേർഡ് ബേസ് എടുത്തു. E1 എന്ന് പറഞ്ഞാൽ ആരാ? 1,0. E2 എന്ന് പറഞ്ഞാൽ ആരാ? 0,1. എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? മെട്രിക്സ് ആയിട്ട്, കോളം വെക്ടർ ആയിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ആദ്യം എന്താ കണ്ടുപിടിക്കണം? പറഞ്ഞു TE1 കണ്ടുപിടിക്കണം അല്ലേ? സോ T ഓഫ് E1 കണ്ടുപിടിച്ചു. T ഓഫ് E1 എന്ന് വെച്ചാൽ എന്താ? ഇവിടെ തന്നിരിക്കുന്ന സ്ഥലത്ത് T ഓഫ് x1 x2 ഇതാണെങ്കിൽ T ഓഫ് E1 എന്ന് പറഞ്ഞാൽ ആരാ? x1ൻ്റെ പൊസിഷനിൽ 1 കൊടുക്കുക, x2ൻ്റെ പൊസിഷനിൽ 0 കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? അപ്പോൾ 2 × 1 + 0 1 - 3 × 0 -1 + 0 ദാറ്റ് ഈസ് 2 1 - 1 അല്ലേ? അതുപോലെ T ഓഫ് E2 കണ്ടുപിടിച്ചു. T ഓഫ് E2 എന്ന് പറഞ്ഞാൽ 1 - 3 1 ആണ് അല്ലേ? ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദ ഗിവൺ മെട്രിക്സ് ഈസ് ഗിവൺ ബൈ എങ്ങനെ ഈക്വൽ ടു A ഈക്വൽ ടു TE1. അപ്പോൾ TE1 കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? TE1 ആണ് 2 1 - 1 ആണ്, അതുപോലെ എഴുതി. TE2 കണ്ടുപിടിച്ചിട്ടുണ്ട് 1 - 3 1 ആണ്, അതങ്ങനെ എഴുതുക. ഓക്കെ, അതാണ് നമ്മുടെ ആ ഗിവൺ മെട്രിക്സ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഇനി T ഓഫ് 1,4 നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നു. T ഓഫ് 1,4 എന്താ? T ഓഫ് 1,4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരും? T ഓഫ് 1,4 എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ? A × 1,4 ചെയ്യണം. A × 1,4 2 1 1 - 3 - 1 1 1 4 ചെയ്തോ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ഉത്തരം കിട്ടി. നമ്മൾ അതിനെ റോ മെട്രിക്സ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ, കോർഡിനേറ്റ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ഈ റോ ആയിട്ട് എഴുതുകയാണെങ്കിൽ ഈ രീതിയിൽ എഴുതണം. അപ്പോൾ ബ്രാക്കറ്റ് ഇങ്ങനെയായിരിക്കും. ഓക്കെ, വേണം ചെക്ക് ചെയ്ത് നോക്കാം. 1,4 എന്നുള്ളത് എന്തിൽ കൊണ്ട് നോക്കാം? അതിൽ കൊടുത്ത് നോക്കാം. 1,4 കൊടുത്തുണ്ടാവുക 2 + 4 6 അല്ലേ? 6 ശരിയല്ലേ? 1,4 കൊടുത്താൽ 1 - 12 -11. അടുത്താരാ? -1 + 4 3 അല്ലേ? ശരി തന്നെയല്ലേ? ഓക്കെ, അടുത്തെന്താ ചെയ്യണേ? ഫൈൻഡ് ദ സ്റ്റാൻഡേർഡ് മെട്രിക്സ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ R3 to R3 ഡിഫൈൻഡ് ബൈ. R3യിൽ നിന്ന് R3ലോട്ടാണ്. അപ്പോൾ അവിടെ എന്താ എടുക്കേണ്ടത്? R3യിൽ ഫസ്റ്റ് R3യിൽ ആരാ? E1 E2 E3 ആണ് സ്റ്റാൻഡേർഡ് ബേസിലുള്ളത് അല്ലേ? For any x1 x2 x3 element of R3 നമുക്ക് എന്തെടുക്കാം? T of x1 x2 x3 is defined as in this way. Three x1 - 5x2 - x3 4x1 - x2 + x3 3x1 + 2x2 - x3. അതിനെങ്ങനെ എഴുതാൻ നൊട്ടേഷൻ? 3 5 - 1 4 - 1 1 3 2 - 1 x1 x2 x3 അല്ലേ? A എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലിരിക്കും ട്രാൻസ്ഫോർമേഷൻ. ഇവിടെ നൊട്ടേഷൻ ഈ രീതിയിൽ തന്നുകൊണ്ട് മെട്രിക്സിന് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. 3 5 - 1 4 - 1 1 3 2 - 1 ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ആരോട്? x1 = -1 x2 = 2 4 ആണ് മെട്രിക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യേ വേണ്ടു അല്ലേ? രണ്ട് മൾട്ടിപ്ലൈ ഇതും ശരിയല്ലേ എന്നിവിടെ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അത്രയും ചെയ്തിട്ടുള്ളൂ. ഓക്കെ,
നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും പ്രോബ്ലങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ചെയ്യാൻ വേണ്ടി നോക്കുക. അതേ മോഡൽ ടൈപ്പ് സാധനങ്ങളൊക്കെ തന്നെയാണുള്ളത്. ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ.